ബംഗാൾ, അസം, തമിഴ്നാട് സംസ്ഥാനങ്ങൾ വളരെ വലിയ പ്രതീക്ഷയിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങളായിരിക്കും സവിശേഷമായും ഈ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാവുക എന്നതിലാണ് കേരളത്തിന്റെ ആകാംക്ഷ. കേരളം ഏതാണ്ട് 26,000 കോടി രൂപ കേന്ദ്ര ഫണ്ട് എന്ന നിലയിൽ, കേന്ദ്ര വിഹിതം എന്ന നിലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ അത് മുൻ വർഷത്തേക്കാൾ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ മതിയായ രീതിയിലുള്ള പരിഗണന ലഭിക്കാത്തത് കേരളത്തിലെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നൊക്കെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ കേരളത്തിലെ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഒക്കെ ഉയർത്തുന്ന ഘട്ടത്തിൽ കൂടിയാണ് കേന്ദ്ര ബജറ്റ് വരുന്നത്. അതുകൊണ്ട് ഇതിനുള്ള രാഷ്ട്രീയ പ്രാധാന്യം ഒട്ടും കുറച്ചു കാണാൻ കഴിയില്ല. ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചു എന്ന റെക്കോർഡ് ഇട്ടവരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്ത് പി ചിദംബരത്തിനൊപ്പം സ്ഥാനം പിടിക്കുകയാണ് നിർമ്മല സീതാരാമൻ. ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചത് 10 തവണ ബജറ്റ് അവതരിപ്പിച്ച മൊറാർജി ദേശായിയാണ്. അതിനുശേഷം നിർമ്മല സീതാരാമൻ ഇപ്പോൾ 2ാം സ്ഥാനത്തേക്ക് എത്തുന്നു. 9ാം തവണയാണ് നിർമ്മല സീതാരാമൻ ബജറ്റുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. എന്തൊക്കെ പ്രഖ്യാപനങ്ങളുടെ കാര്യം ഇന്നത്തെ ബജറ്റിൽ ഉണ്ടാവുക എന്നതിൽ വലിയ ആകാംക്ഷ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്ന സംസ്ഥാനങ്ങൾക്കുണ്ട്. ബൽറാം നെടുങ്ങാടി അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും. രാജ്യം എന്താണ് ഈ ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് എന്നതാണ് പ്രത്യേകിച്ചുമുള്ള കാര്യം. ക്രിസ്റ്റീന, എനിക്ക് തോന്നുന്നു ഇത്തവണ പാർട്ട് ബിക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് കരുതുന്നു. പാർട്ട് ബി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സാധാരണക്കാർക്ക് അത് മനസ്സിലാകുന്നുണ്ടാവില്ല. ക്രിസ്റ്റീന, പാർട്ട് ബി എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗോപി, സാധാരണഗതിയിൽ പാർട്ട് എ, അതായത് വിവിധ സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേക പ്രഖ്യാപനങ്ങൾ, അതുപോലെ തന്നെ വിവിധ പദ്ധതികൾ, ആരോഗ്യ മേഖല, കാർഷിക മേഖല, വിദ്യാഭ്യാസ മേഖല, വ്യവസായങ്ങൾ, പ്രതിരോധം, ഇങ്ങനെ ഓരോ മേഖലയും എണ്ണിപ്പറഞ്ഞ് പുതിയതായ പദ്ധതികൾ, പുതിയതായ സെന്ററുകൾ, ഗവേഷണത്തിനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ആ പ്രഖ്യാപനങ്ങളെല്ലാമാണ് പാർട്ട് എയിൽ ഉണ്ടാവുക. സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷം വരെ നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത് ബജറ്റിന്റെ പാർട്ട് എയ്ക്കാണ്. കാരണം ഈ പ്രഖ്യാപനങ്ങൾ അതെങ്ങനെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നു. എന്നാൽ ഇത്തവണ പാർട്ട് ബി, അതായത് നികുതികളെ കുറിച്ച് പറയുന്ന ഫിസ്ക്കൽ പാർട്ട് ഓഫ് ദ ബജറ്റ് എന്ന് നമ്മൾ പറയും, ഗവൺമെന്റിന്റെ വരുമാനവും ചെലവും പ്രഖ്യാപിക്കുന്ന പാർട്ട് ബിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതായിട്ടാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. അതായത് ഗവൺമെന്റിന്റെ നികുതി വരുമാനം കൂട്ടുക, അതുപോലെ തന്നെ ധനക്കമ്മി അത് ഏത് നിലയിലായിരിക്കണം, അതുപോലെ തന്നെ സർക്കാരിന്റെ കടവും GDP-യുമായുള്ള അനുപാതം, പൊതുകടം കുറയ്ക്കാനുള്ള ഒരു ശ്രമം, ഇതൊക്കെ വരുന്നത് ഈ പാർട്ട് ബിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ പാർട്ട് ബിക്ക് ഇത്തവണ ഊന്നലുണ്ട് എന്ന് പറയുമ്പോൾ നികുതിയുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അത് ആദായ നികുതിയിൽ ഒരു വലിയ പ്രഖ്യാപനമൊന്നും അല്ലെങ്കിൽ പോലും എങ്ങനെ സർക്കാരിന്റെ വരുമാനം, എങ്ങനെയായിരിക്കണം സർക്കാരിന്റെ ചെലവ്, ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം ജനങ്ങളിലേക്ക് ഇതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെടുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു സമീപനം ഇത്തവണ പാർട്ട് ബിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ബജറ്റിന്റെ പാർട്ട് ബി, അതായത് നികുതിയുമായി ബന്ധപ്പെട്ടുള്ള ഭാഗത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാധാരണഗതിയിൽ പരമ്പരാഗത രീതിയിൽ ഈ ധനക്കമ്മി അത് ഒരു 5% പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ബജറ്റ് തയ്യാറാക്കുമ്പോൾ തന്നെ കമ്മി എത്രയായിരിക്കണം, ഈ 5-ന് മുകളിൽ പോകരുതേ എന്ന് വിചാരിച്ചായിരിക്കും ഓരോ ധനമന്ത്രിമാരും ഈ ബജറ്റ് തയ്യാറാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കൺവെൻഷണൽ മെത്തേഡിൽ നിന്ന്, പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി നമ്മൾ ഈ ബജറ്റിൽ കൂടുതൽ കമ്മിയാകാം, 5%-ന് മുകളിൽ പോയാലും കുഴപ്പമില്ല എന്നൊരു ധാരണയിലേക്ക് ലോകത്ത് തന്നെ എല്ലാ ഗവൺമെന്റുകളും എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ 4.5% എന്ന് പറയുന്ന ധനക്കമ്മി അതൊരു 4.2% അടുത്ത വർഷമാകുമ്പോഴേക്കും കുറയ്ക്കുക എന്നൊരു ലക്ഷ്യം സർക്കാരിന് കാണും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കടവും GDP-യും തമ്മിലുള്ള അനുപാതം, നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനവും കടവുമായുള്ള അനുപാതം അത് ഒന്ന് മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മുടെ GDP മെച്ചപ്പെടുത്തിക്കൊണ്ട് തന്നെ കൂടുതൽ കടമെടുക്കാനുള്ള ശേഷി കൊണ്ടുവരിക. അപ്പോൾ ഈ കടം എന്ന് പറയുമ്പോൾ 58%-ഓളമാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ പൊതുകടം. ഇപ്പോൾ അതിലൊരു 28%-ഓളം നമ്മുടെ സംസ്ഥാനങ്ങളുടെ കടമാണ്. അതുകൊണ്ടാണ് ഈ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ വായ്പ കുറയ്ക്കണം എന്ന് കേന്ദ്രം എപ്പോഴും പറയുന്നതിന്റെ ഒരു കാരണം. സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനങ്ങൾ വായ്പ എടുക്കുന്നത് കുറയ്ക്കണം എന്ന് കേന്ദ്രം പറയുന്നത്. കാരണം രാജ്യത്തിന്റെ പൊതുകടം വരുമ്പോൾ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് കൂടിക്കഴിഞ്ഞാൽ വീണ്ടും ഈ 58% എന്ന് പറയുന്നതിന് മുകളിലേക്ക് രാജ്യത്തിന്റെ പൊതുകടം പോകും. അത് വലിയൊരു പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അതാണ് അത്തരത്തിലൊരു നിർദ്ദേശം എപ്പോഴും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.